Good morning, students. Magnetic properties of complexes, transition metal complexes. ഇത് മൂന്നാമത്തെ സെഷനാണ് അതിൻ്റെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി മെഷർമെൻറ്റ് യൂസിങ് ഗോയ് മെത്തേഡാണ് നമ്മൾ പഠിച്ചത്. Today we will be discussing the origin of paramagnetism in transition metal complexes. How does paramagnetism originate in a transition metal complex? നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയലിൽ നമ്മൾ പറഞ്ഞിരുന്നു പാരാമാഗ്നറ്റിസത്തിനെ കുറിച്ച്. അപ്പോൾ എ കോമ്പൗണ്ട് ബിക്കംസ് പാരാമാഗ്നറ്റിക് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് എന്ന് നമ്മൾ പറഞ്ഞു. സോ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ ടൈനി മാഗ്നറ്റ് ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് എ മാഗ്നറ്റിക് മൊമെൻറ്റ്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് എൻ ഇലക്ട്രോൺ, ദ ഇലക്ട്രോൺ ഇസ് റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എൻ ഓർബിറ്റ് ആസ് വെൽ ആസ് ഇറ്റ് ഈസ് സ്പിന്നിങ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സസ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള മാഗ്നറ്റിക് മൊമെൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് ഡ്യൂ ടു ദ ഓർബിറ്റൽ മോഷൻ ഓഫ് ദി ഇലക്ട്രോൺ ആൻഡ് ദ അതർ വൺ ഡ്യൂ ടു ദ സ്പിന്നിങ് ഓഫ് ദി ഇലക്ട്രോൺ. അപ്പോൾ സ്പിൻ ആംഗുലാർ മൊമെൻറ്റവും ക്രിയേറ്റ് ചെയ്യപ്പെടും, ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റവും ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ സ്പിൻ ആൻഡ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ടുഗെദർ കോൺട്രിബ്യൂട്ട്സ് ഫോർ പാരാമാഗ്നറ്റിസം. ആൻഡ് ദ പാരാമാഗ്നറ്റിക് extent depend upon the number of unpaired electrons present in a complex. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ്, ഒരു കോമ്പൗണ്ടിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അതിനകത്ത് 3 സാധ്യതകളാണുള്ളത്. 3 തരത്തിലാണ് നമ്മളത് സാധാരണ കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, ഓർബിറ്റൽ മോഷൻ ആൻഡ് സ്പിൻ മോഷൻ കോൺട്രിബ്യൂട്ട്സ് ഇൻഡിപെൻഡൻ്റ്ലി. അതായത് എസും എല്ലും, സ്പിൻ ക്വാണ്ടം നമ്പറും അല്ലെങ്കിൽ സ്പിൻ ആംഗുലാർ മൊമെൻറ്റവും ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റവും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ മ്യൂ എഫക്റ്റീവ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 4s into s+1 plus l into l+1, where l is the orbital quantum number and s is the spin quantum number. ബി എം എന്ന് പറയുന്നത് ബോർ മാഗ്നട്രോൺ, മാഗ്നറ്റിക് മൊമെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ്. മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റവും സ്പിൻ ആംഗുലാർ മൊമെൻറ്റവും കൂടി കപ്പിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ജെ എന്ന് പറയുന്ന ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ ഉണ്ടാവുകയും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നതുമായിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. There mu effective is equal to g into root of j into j+1. Here g is known as the Landé splitting factor or the gyrometric ratio, and g is equal to 1 plus s into s+1 minus l into l+1 plus j into j+1 divided by 2j into j+1. Using this we can find out g and substitute in the equation for mu effective. This equation is used in the case of heavy transition elements or lanthanides and actinides. 4D 5D അങ്ങനെയുള്ള ആൾക്കാർക്കും ലാന്തനൈഡ്സിനും ആക്ടിനൈഡ്സിനും സാധാരണയായിട്ട് നമ്മൾ ഈ ഇക്വേഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. Another one is resultant spin motion contributes, but the resultant orbital motion is quenched. അതായത് നമ്മൾ പറഞ്ഞു പാരാമാഗ്നറ്റിസം arises due to the contribution from orbital angular momentum and spin angular momentum. എന്തെങ്കിലും കാരണവശാൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ആകുകയാണെങ്കിൽ പാരാമാഗ്നറ്റിസം ഡിപ്പെൻഡ്സ് only upon the spin. So then spin only formula can be used for determining the paramagnetic behavior or mu effective. So mu effective is equal to root of 4s into s+1, where s is the spin quantum number. Instead of s we can use n, the number of unpaired electrons, and mu effective is equal to root of n into n+2, where n is the number of unpaired electrons. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് ആണ് നമ്മൾ സാധാരണയായിട്ട് ഒരു കോമ്പൗണ്ടിൻ്റെ മ്യൂ എഫക്റ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ആൻഡ് ഇറ്റ്സ് ക്വെഞ്ചിങ്. ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ the electron should be possible to rotate around the nucleus without any restrictions. അല്ലേ, നമ്മൾക്കതിനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം. അതിനെന്തെങ്കിലും ഒരു തടസ്സം വരികയാണെങ്കിൽ ഓർബിറ്റൽ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ കുറയും. അപ്പോൾ അത് എപ്പോഴാണ് ഒരു ഇലക്ട്രോണിന് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കൊടുക്കാൻ പറ്റുന്നത്?
ഓർബിറ്റൽ ആംഗുലർ അതിനൊരു കണ്ടീഷനുണ്ട്. ആൻ ഇലക്ട്രോൺ വിൽ possess orbital angular momentum if it is possible to transform the orbit that it occupies into an exactly equivalent and degenerate orbital by a simple rotation about the axis. എന്നൂടെ പറയാം. ഇറ്റ് ഈസ് പോസിബിൾ ടു ട്രാൻസ്ഫോം ദ ഓർബിറ്റൽ ദാറ്റ് ഇറ്റ് ഓക്യുപ്പൈസ് ഇൻ ടു ആൻ extremely equivalent and degenerate orbital by a simple rotation about the axis. അതായത് ആ ഇലക്ട്രോൺ ഇരിക്കുന്ന ഓർബിറ്റിനെ അതിനെപ്പോലെ തന്നെ ഇക്വലൻ്റ് ഇൻ ഷേപ്പ് ആൻഡ് എനർജി ആയിട്ടുള്ള ഓർബിറ്റലായിട്ട് നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ബൈ റൊട്ടേഷൻ അബൌട്ട് എ ആക്സസ്, എക്സോ വൈയോ ഇസഡോ ആക്സസ് വഴി റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഇലക്ട്രോൺ ഇരിക്കുന്ന ഓർബിറ്റിനെ മറ്റൊരു സിമിലർ ഓർബിറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇലക്ട്രോൺ പോസസ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം. എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോണിന് അവിടെ നിന്ന് ഇറങ്ങിയാലും മറ്റേ ഓർബിറ്റിലോട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം. ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ഓർബിറ്റ് ആണെങ്കിൽ അതിന് വേറെ എങ്ങും പോകണ്ടല്ലോ, ഈക്വലൻ്റ് ആണ്. ഡീജനറേറ്റ് ആണെങ്കിൽ എല്ലാവർക്കും എനർജി സെയിം ആണ്. അപ്പോൾ ഇലക്ട്രോണിന് ആ ഓർബിറ്റിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ മറ്റേ ഓർബിറ്റലിനും അതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ നടക്കും. മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് there must be a half-filled or empty orbital similar in energy and shape and symmetry to the orbital holding the unpaired electron. അതായത് നമ്മളുടെ ഇലക്ട്രോൺ ഇരിക്കുന്ന ഓർബിറ്റലിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഹാഫ് ഫിൽഡ് ആണെങ്കിൽ നമുക്ക് ഇരിക്കാൻ സ്പേസ് കിട്ടും, സ്പിന്ന് തിരിഞ്ഞാൽ മതി. പിന്നെ എംറ്റിയോ ഹാഫ് ഫിൽഡോ ആയിട്ടുള്ള ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഇലക്ട്രോണിന് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓർബിറ്റൽ മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ ആൻ ഇലക്ട്രോൺ വിത്ത് ദ സെയിം സ്പിൻ ആസ് ദാറ്റ് ഓഫ് ദി റൊട്ടേറ്റിംഗ് ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് മൂവ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ആ ഓർബിറ്റൽസിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന് നമ്മളുടെ ഇലക്ട്രോണിൻ്റെ അതേ സ്പിന്നാവാൻ പറ്റത്തില്ല. സ്പിന്ന് ഓപ്പോസിറ്റ് ആയിരിക്കണം. നമ്മുടെ ഹൺസ് റൂളിൽ അതാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം ഇലക്ട്രോൺസ് എപ്പോഴും ഓപ്പോസിറ്റ് സ്പിന്നിലാണെങ്കിൽ മാത്രമേ അതിനിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളുടെ ഇലക്ട്രോൺ ഒരു ഹാഫ് ഫിൽഡ് ഓർബിറ്റലിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി പ്രസൻ്റ് ആയിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ സ്പിന്ന് നമ്മളുടെ ഈ ഇലക്ട്രോൺ സ്പിന്നിൻ്റെ ഓപ്പോസിറ്റ് സ്പിന്നായിരിക്കണം. എന്നാൽ മാത്രമേ അതിന് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ജനറലായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കുകയാണ് നമ്മളുടെ ഫ്രീ ഡി ഇലക്ട്രോൺസിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഫ്രീ ഓർബിറ്റൽസിനെ നോക്കുകയാണെങ്കിൽ ഡി ഓർബിറ്റൽസ് 5 എണ്ണമാണുള്ളത്. ഡി എക്സ് ഇസഡ്, ഡി വൈ ഇസഡ്, ഡി എക്സ് വൈ, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് ഡി ഇസഡ് സ്ക്വയർ. ഇവർക്ക് 5 പേർക്കും ഒരേപോലത്തെ എനർജിയാണ്. ദേ ആർ ഡീജനറേറ്റ് ഇൻ നേച്ചർ. അവിടെ നമ്മളുടെ ഡി എക്സ് ഇസഡ്, ഡി വൈ ഇസഡ് ഇവയൊക്കെ നമുക്ക് ഡി എക്സ് വൈ, ഡി എക്സ് ഇസഡ് ഇവനെയൊക്കെ നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഡി എക്സ് ഇസഡിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡി വൈ ഇസഡ് ആകും. ഡി എക്സ് വൈയെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ അത് ഡി വൈ ഇസഡ് ആകും. ഡി എക്സ് വൈയെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ അത് ഡി എക്സ് ഇസഡ് ആകും. ഡി എക്സ് വൈ, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെ 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് ഡി എക്സ് വൈ. അപ്പോൾ ഈ 4 ഓർബിറ്റൽസും ഇൻ്റർ കൺവേർട്ടബിൾ ആണ് ബൈ റൊട്ടേറ്റിംഗ് എബൌട്ട് ആൻ ആക്സസ്. പക്ഷേ ഡി ഇസഡ് സ്ക്വയർ അതിൻ്റെ പ്രത്യേകതരമായിട്ടുള്ള ഒരു ഷേപ്പാണ്, നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് അതിനെ എന്തൊക്കെ ചെയ്താലും അതിന് ഇക്വലൻ്റ് ഇൻ ഷേപ്പുള്ള ഒരു ഓർബിറ്റൽ നമ്മളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഇലക്ട്രോൺ ഇൻ ദ ഡി ഇസഡ് സ്ക്വയർ ഓർബിറ്റൽ വിൽ നെവർ ഹാവ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? ഒരു ഇലക്ട്രോണിന് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ കൊടുക്കണമെങ്കിൽ അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം. ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണമെങ്കിൽ 3 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു, അത് ഒബേ ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ ഡി ഇസഡ് സ്ക്വയർ ഓർബിറ്റൽസ് നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് ഒബേ ചെയ്യുന്ന ഒരു ഓർബിറ്റൽ അല്ല. അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് മറ്റൊരു ഐഡൻറ്റിക്കൽ ഓർബിറ്റലായിട്ട് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇലക്ട്രോൺ ഇൻ ദ ഡി ഇസഡ് സ്ക്വയർ ഓർബിറ്റൽ വിൽ നെവർ കോൺട്രിബ്യൂട്ട് ടു ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം. So we say an electron
അപ്പോൾ നമ്മുടെ ഡി സെഡ് സ്ക്വയറിൽ പോയ ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ വി സേ ദ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ഇസ് ക്വഞ്ച്ഡ് എന്ന് പറയും. ക്വഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 100% എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കുറവ് വരികയാണെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ഈസ് ക്വഞ്ച്ഡ്. പാർഷ്യലി ക്വഞ്ച്ഡ് എന്ന് പറയും കുറച്ച് മാത്രമേ പോകുന്നുള്ളെങ്കിൽ. കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ഇല്ലാതെയാകുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ക്വഞ്ച്ഡ് ആണ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് നമ്മൾ പറയും. ഇതൊരു ഡയഗ്രമാണ്. ഇതിനകത്ത് ഇപ്പോൾ ഡി വൈ സെഡ് റൊട്ടേഷൻ ആണ് 90 ഡിഗ്രി. ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ഡി എക്സ് സെഡ്. ഇവിടെ ഡി എക്സ് വൈ ഓർബിറ്റൽ റൊട്ടേറ്റിംഗ് 45 ഡിഗ്രി ടു ഗീവ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇനി നമ്മളുടെ ഡി ഓർബിറ്റൽസിനെ നമ്മളൊരു ലിഗാൻഡ് ഫീൽഡിൽ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡി എക്സ് ഇസഡ്, ഡി വൈ ഇസഡ്, ഡി എക്സ് വൈ ഇത് T2g ഓർബിറ്റൽസ് ആയിട്ടും ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഡി ഇസഡ് സ്ക്വയറും EG ഓർബിറ്റൽസ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ രണ്ടുപേരും 2 സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ആയിട്ട് മാറും. നൗ ദേ ആർ നോട്ട് ഡീജനറേറ്റ് അല്ലേ. 3 ഓർബിറ്റൽസ് ഡീജനറേറ്റ് ആണ്, 2 ഓർബിറ്റൽസ് ഡീജനറേറ്റ് ആണ്. പക്ഷേ T2g EG ഓർബിറ്റൽസ് തമ്മിൽ എനർജി ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ഡി എക്സ് വൈ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന കൺവേർഷൻ ഇപ്പോൾ പോസിബിൾ അല്ല. കാര്യം എന്താ? ഡി എക്സ് വൈയും ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനും ഡിഫറൻറ്റ് എനർജിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഡി എക്സ് വൈന് 45 ഡിഗ്രി തിരിച്ചാലും ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വേറൊരു എനർജി ലെവലിലായതുകൊണ്ട് ദാറ്റ് ഈസ് നോട്ട് കോൺട്രിബ്യൂട്ടിംഗ് ടു ദി ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ നമ്മൾ പറയും ഈ ഒരു എനർജി സെപ്പറേഷൻ കാരണം ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം പാർഷ്യലി ക്വഞ്ച്ഡ് ആയെന്ന് നമ്മൾ പറയും. അപ്പോൾ മേളിലിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? EG ലെവൽസിൽ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഡി സെഡ് സ്ക്വയറുമാണ്. താഴെ ഇരിക്കുന്നത് ഡി എക്സ് ഇസഡ്, ഡി വൈ ഇസഡ് ആൻഡ് ഡി എക്സ് വൈ ആണ്. അപ്പോൾ താഴെ ഇരിക്കുന്ന ഓർബിറ്റൽസിന് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ EG ഓർബിറ്റൽസിൽ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഡി സെഡ് സ്ക്വയറുമാണ് ഇരിക്കുന്നത്. അവരെ രണ്ടുപേരെയും ഇൻ്റർ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനി ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ ദ EG ഓർബിറ്റൽസ് വിൽ നോട്ട് കോൺട്രിബ്യൂട്ട് ടു ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം. അതുകൊണ്ട് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് ഡി സെഡ് സ്ക്വയർ ഓർബിറ്റൽസിനെ നമ്മൾ നോൺ മാഗ്നറ്റിക് ഓർബിറ്റൽസ് എന്നാണ് നമ്മളവരെ വിളിക്കുന്നത്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ. ഇനി നമ്മളുടെ 3D സീരീസിലുള്ള നമ്മളുടെ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സിൻ്റെ ഹൈ സ്പിന്നും ലോ സ്പിന്നിലും ഉള്ള നമ്മളുടെ ആൾക്കാരുടെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങൾ ഈ എത്രയും എക്സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. when the electron Ti3+ ആണ്. ഇറ്റ് ഈസ് എ D1 സ്പീഷീസ്. അപ്പോൾ T2G1 EG0 ആണ്. T2G1 ആണ്. T2G1-ലിരിക്കുന്ന ഇലക്ട്രോണിന് പോവാൻ വേറെ 2 ഓർബിറ്റൽസും കൂടെ ഉണ്ട്. സോ T2G1-ൽ ഇലക്ട്രോൺ ഇരിക്കുമ്പോൾ ദർ ഈസ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ. D2-വിലായിരിക്കുമ്പോഴും അല്ലെങ്കിൽ ടൈറ്റാനിയം 2+, വനേഡിയം 3+ ആയിരിക്കുമ്പോഴും D2 ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അപ്പോൾ T2G ഓർബിറ്റൽസിൽ 2 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഒരു ഫ്രീ സ്പേസ് ഇപ്പോഴും ഉണ്ട്, ഇലക്ട്രോൺസ് ഒന്നും ഇല്ലാത്തത്. അതുകൊണ്ട് ആ ഓർബിറ്റലിൽ ഇവർക്ക് കയറി പോകാൻ പറ്റും. അതുകൊണ്ട് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം നടക്കും, കോൺട്രിബ്യൂഷൻ അവിടുന്ന് ഉണ്ടാകും. അപ്പോൾ അവരുടെ എല്ലാം ഗ്രൗണ്ട് ടേം എന്താണ്? T2G ആണ് അവരുടെ ഗ്രൗണ്ട് ടേം എന്ന് പറയുന്നത്. അടുത്തത് D3 എന്ന് പറയുമ്പോൾ V2+ ആൻഡ് Cr3+, ക്രോമിയം 3+ ആണ്. D3 എന്ന് പറയുമ്പോൾ T2G3 EG0 ആണ്. അപ്പോൾ 3 ഓർബിറ്റൽസിലും നമ്മളുടെ 3 ഓർബിറ്റൽസിലും ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോണിന് ഇറങ്ങി മറ്റൊരു ഓർബിറ്റലിലോട്ട് 3 ഓർബിറ്റൽസ് ഉണ്ട്, 3 ഇലക്ട്രോൺസും ഉണ്ട്. 3നും അപ്വേർഡ് സ്പിന്നാണ് നമ്മളുടെ ഹൺസ് റൂൾ അനുസരിച്ച് വരുന്നത്. അപ്പോൾ ആ ഒരു ഇലക്ട്രോൺ ഇറങ്ങി മറ്റൊരു ഓർബിറ്റലിലോട്ട് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഇലക്ട്രോണിനും അപ്വേർഡ് സ്പിന്നാണ്. അതുകൊണ്ട് ആ ഇലക്ട്രോണിന് അവിടെ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. സോ ദെയർ വിൽ നോട്ട് ബി എനി
orbital angular momentum contribution since the motion of the electron is restricted by that rule. നമ്മുടെ മൂന്നാമത്തെ റൂളിൽ പറയുന്നത് the orbital does not contain an electron with the same spin എന്നാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് orbital angular momentum contribution ഇല്ല. ഇനി D4 വരുമ്പോൾ T2 G3 EG1 രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. ഹൈ സ്പിൻ കോംപ്ലെക്സ് ആകാം, ലോ സ്പിൻ കോംപ്ലെക്സ് ആകാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ലിഗാൻഡ്. അപ്പോൾ D4 എന്ന് പറയുമ്പോൾ D4 എന്ന് പറയുമ്പോൾ T2 G3 EG0 ആകാം, അല്ലെങ്കിൽ T2 G3 EG1 ആകാം, അല്ലെങ്കിൽ T2 G4 EG0 ആകാം. ലോ സ്പിൻ കോംപ്ലെക്സ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി T2 G4 EG0 ആൻഡ് ഹൈ സ്പിൻ കോംപ്ലെക്സ് ഇറ്റ് വിൽ ബി T2 G3 EG1. അപ്പോൾ EG1ലാണ് നമ്മളുടെ ലാസ്റ്റ് അൺപെയർഡ് ഇലക്ട്രോൺ പോയേക്കുന്നത്. ആ ഇലക്ട്രോണിന് EG ഓർബിറ്റൽസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ ഇല്ല, ബിക്കോസ് dx² - y² ആൻഡ് dz² ആർ നോട്ട് ഇൻ്റർ കൺവേർട്ടബിൾ. അതുകൊണ്ട് നമ്മളുടെ ഹൈ സ്പിൻ കോംപ്ലെക്സിന്, അതായത് T2 G3 EG1 എന്ന് പറയുന്ന കോംപ്ലെക്സിന് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കത്തില്ല. അതേസമയം T2 G4ന് ദ ഫോർത്ത് ഇലക്ട്രോൺ ഈസ് ഹാവിങ് എ ഡൗൺവേർഡ് സ്പിന്നാണ്. അപ്പോൾ വേറെ രണ്ട് ഓർബിറ്റലും ഹാഫ് ഫിൽഡായിട്ടാണ് നിൽക്കുന്നത്. അതിനകത്ത് രണ്ട് ഇലക്ട്രോണിനും അപ്വേർഡ് സ്പിന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഇലക്ട്രോണിന് മറ്റ് രണ്ട് ഓർബിറ്റലിലും മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇറ്റ് ഈസ് ഹാവിങ് എ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ. അപ്പോൾ അവരുടെ ടേം സിമ്പൽ എന്താണ്? ഗ്രൗണ്ട് ടേം എന്താണ്? T2G ആണ്. ഇനി അടുത്തത് D5ൽ T2 G3 EG2 ആണ്. EG2 വരുമ്പോഴേക്കും A ആണ് നമ്മളുടെ ഗ്രൗണ്ട് ടേം എന്ന് പറയുന്നത്. അവിടെ നോ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ ബിക്കോസ് ദ ഇലക്ട്രോൺ ഈസ് ഇൻ ദ EG ഓർബിറ്റൽസ്. ലോ സ്പിൻ ആണെങ്കിലോ, ലോ സ്പിൻ ആകുമ്പോഴേക്കും T2 G5 EG0 ആണ്. അവിടെയും ഒരു ഓർബിറ്റൽ ഫ്രീ ആയിട്ടുണ്ട്. അവിടെ നമ്മളുടെ ഇലക്ട്രോണിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. സോ ദെയർ വിൽ ബി ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ. ഇതിനകത്ത് ഇപ്പോൾ ഹൈ സ്പിൻ്റെ കാര്യം മാത്രമേ ഇവർ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ലോ സ്പിൻ നമ്മളൊന്ന് കൺസിഡർ ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും, നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവാൻ. അടുത്തത് D5 ആണ്. D5 വരുമ്പോൾ T2 G3 EG2 ആണ്. A1 G6 ആണ് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം എന്ന് പറയുന്നത്. ദർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ. D6 എന്ന് പറയുമ്പോൾ T2 G4 EG2 ആണ്. T2 G4 EG2 എന്ന് പറയുമ്പോൾ നമ്മളുടെ 6th ഇലക്ട്രോൺ വന്നേക്കുന്നത് T2Gയിലാണ്. T2Gയിൽ ഇലക്ട്രോൺ ഇരിക്കുകയാണെങ്കിൽ ദർ വിൽ ബി ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം. സോ ഇറ്റ് ഈസ് കോൺട്രിബ്യൂട്ടിങ്. D7 എന്ന് പറയുമ്പോഴും T2 G5 ആണ്. വീണ്ടും അവിടെ ഒരു ഫ്രീ സ്പേസ് ഉണ്ട്. അവിടെ നമ്മളുടെ ഇലക്ട്രോണിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. D8 വരുമ്പോൾ T2 G6 EG2 ആണ്. എട്ടാമത്തെ ഇലക്ട്രോണും പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഹാഫ് ഫിൽഡാണ്, ഫുള്ളി ഫിൽഡാണ് T2G. EG എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡാണ്. അവിടെ നോ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ. D9 T2 G6 EG3 EGയിൽ വരുന്നതുകൊണ്ട് അവിടെ ഇല്ല. D10 T2 6 EG4 അവിടെയും EGയിൽ വരുന്നത് കാരണം ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ ഇല്ല. ഇവിടെ ഒക്ടാഹെഡ്രലും നമ്മളിവിടെ ടെട്രാഹെഡ്രലും കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങളിതൊന്ന് നോക്കണം. ഇവിടെ ഹൈ സ്പിന്നിൻ്റെയും ലോ സ്പിന്നിൻ്റെയും രണ്ട് കേസിലും ഹൈ സ്പിൻ ലോ സ്പിൻ കേസസ് വരുന്നതും എടുത്ത് നിങ്ങൾ നോക്കണം. അപ്പോൾ ഇതൊരു നമ്മുടെ കമ്പാരിറ്റീവ് വാല്യൂ, അതായത് നമ്മൾ ഈ ട്രാൻസിഷൻ മെറ്റൽ അയോൺസിൻ്റെ എല്ലാം കോംപ്ലക്സസിൻ്റെ മ്യൂ എഫക്റ്റീവ് നമ്മളുടെ 3 ഇക്വേഷൻസ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 3 ഇക്വേഷൻസ് ഉപയോഗിച്ചും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്പിന്നൊള്ളിയുണ്ട്, സ്പിന്നും ആംഗുലറും കമ്പൈൻ ചെയ്ത്, അതായത് കപ്പിൾ ചെയ്തിട്ടുള്ള J ഉണ്ട്, ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതുണ്ട്. ലാസ്റ്റ് കോളത്തിൽ കാണിച്ചിരിക്കുന്നത് എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻഡ് നമ്മളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് വാല്യൂസാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ Ti3+ൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എക്സ്പെരിമെൻ്റലി മെഷർ ചെയ്തപ്പോൾ ഇറ്റ് കംസ് അറൗണ്ട് 1.7 to 1.8. അപ്പോൾ ഇനി നമ്മളുടെ 3 കാൽക്കുലേറ്റഡ് മാഗ്നറ്റിക് വാല്യൂസ് നോക്കുമ്പോൾ അത് ഏതിനോടാണ് ഈ വാല്യൂ അടുത്ത് നിൽക്കുന്നത്? ഇറ്റ് ഈസ് ക്ലോസർ ടു ദ സ്പിന്നൊള്ളി വാല്യൂ അല്ലേ, 1.73 അടുത്ത് നിൽക്കുന്നത്.
അപ്പോൾ നമ്മളിവിടെ പറയും ടൈറ്റാനിയം 3+ നോ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറയും. അങ്ങനെയാണോ? Ti3+ൽ Ti3+ എന്ന് പറയുമ്പോൾ എന്താണത്? D1 അല്ലേ? Ti3+ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് D1 ആണ്, T2g ആണ്. അവിടെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ വരേണ്ടതാണ്. ചിലപ്പോൾ അത് 1.7-നും 1.8-നും ഇടയ്ക്കല്ലേ, അപ്പോൾ കുറച്ചൊരു 1.73യേക്കാളും ഹയർ വാല്യൂ ആണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ആസ് ബിഗ് ആസ് 3 ഓർ നോട്ട് ആസ് ലോ ആസ് 1.55. അതുകൊണ്ടാണ് ഞാനത് സ്പിന്നൊള്ളി വാല്യൂ ആയിരിക്കും എന്ന് പറഞ്ഞത്. ബട്ട് ദർ ഈസ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ സിൻസ് ഇറ്റ് ഈസ് ഹാവിങ് എ T term, but the contribution is very small. In vanadium it is 2.7 to 2.9, 2.85 ആണ് നമ്മളുടെ വാല്യൂ, ബട്ട് ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ദി സ്പിന്നൊള്ളി വാല്യൂ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി. നമ്മളുടെ എക്സ്പെരിമെൻ്റൽ വാല്യൂ നമ്മൾ തിയറിറ്റിക്കൽ വാല്യൂമായിട്ട് കമ്പാരിസൺ നടത്തിയപ്പോൾ പല കേസസിലും നമ്മൾ ഇതിനകത്ത് കണ്ടത് മ്യൂ എഫക്റ്റീവ് ഈസ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ദ സ്പിന്നൊള്ളി വാല്യൂ. പക്ഷേ എല്ലാത്തിലും ഏറ്റവും നല്ലതായിട്ട് ഫിറ്റ് ആവുന്നത് നമ്മളുടെ സ്പിന്നൊള്ളി ഫോർമുലയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം μs+l എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ എസ്സും എല്ലും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ അതിനകത്ത് നമ്മളുടെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ വളരെ കാര്യമായിട്ടുണ്ടാവണം. പക്ഷേ നമ്മൾ പറഞ്ഞത് നമ്മളുടെ ഡി ഓർബിറ്റൽസിൽ ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്ത് 2 ഗ്രൂപ്പായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കൊഞ്ച് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് dx²-y²-ലോ dz² ഇരിക്കുന്ന ഓർബിറ്റൽസിന് ഒന്നും തന്നെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം മുഴുവനായിട്ട് കൊടുക്കേണ്ടിയിരുന്നത് കൊഞ്ച് ചെയ്തപ്പെട്ട പോയതുകൊണ്ടാണ് നമ്മളുടെ വാല്യൂ μs+l കൂടുതൽ അടുത്ത് വരാത്തത്. അതായത് ഫസ്റ്റ് നമ്മളുടെ ഇക്വേഷനോട് അടുത്ത് വരാത്തത്. കപ്പിൾ ചെയ്തിട്ട് ഉണ്ടാകുന്നു ഇല്ലാത്തത് കൊണ്ട് J+J+1 അടുത്ത് വരുന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ μs, ദാറ്റ് ഈസ് സ്പിന്നൊള്ളി ഫോർമുലയെക്കാളും കുറച്ചും കൂടി. അതായത് നമ്മളുടെ മ്യൂ എഫക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെരിമെൻ്റലി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന മ്യൂ എഫക്റ്റീവ് എന്ന് പറയുന്നത് μs എക്സാക്ട്ലി ഈക്വൽ അല്ല, അതിനേക്കാൾ സ്ലൈറ്റ്ലി ഹയർ ആണ്. പക്ഷേ ടോട്ടൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ കിട്ടുന്ന ഫസ്റ്റ് ഇക്വേഷൻ ഇല്ലേ, അതായത് 4s × s+1 മൈനസ് L+1 ഫസ്റ്റ് ഇക്വേഷൻ ഏതാണോ അത് നിങ്ങളൊന്ന് നോക്കണം. ആ ഇക്വേഷനോടും ഇതിന്, അതായത് 4s × s+1 + l × l+1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പറയുന്നുണ്ട്. അതിനകത്ത് നമ്മളുടെ വാല്യൂ ഒത്തു വരണം എന്നുണ്ടെങ്കിൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കംപ്ലീറ്റ് ആയിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യണം. പക്ഷേ നമ്മൾ പറഞ്ഞത് ഡി ഓർബിറ്റൽസിൽ, അതായത് ഡി ഇലക്ട്രോൺസ് ഉള്ള ഒരു കോംപ്ലക്സിനകത്ത് നമ്മളുടെ ലിഗാൻഡ് വന്നു കഴിയുമ്പോഴേക്കും ഓൾറെഡി ഡീജനറേറ്റ് ആയിട്ടുന്ന ആൾക്കാർ സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ തന്നെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം അല്ലെങ്കിൽ ഓർബിറ്റൽ റൊട്ടേഷൻ ഓഫ് ദി ഇലക്ട്രോൺസ് റെസ്ട്രിക്റ്റഡ് ആകും. വീണ്ടും നമ്മളുടെ XYയും x²-y²-ഉം 2 തലത്തിലായി പോയതുകൊണ്ട് വീണ്ടും അവിടെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം റെസ്ട്രിക്റ്റഡ് ആകും. അതുകൊണ്ട് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ഇറ്റ് വിൽ ബി ദർ ഈസ് എ സം കോൺട്രിബ്യൂഷൻ ആൻഡ് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ μs വാല്യൂ. അപ്പോൾ എപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരികയാണെങ്കിലും നമ്മളുടെ μs വാല്യൂ തന്നിട്ട് അത് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ, അപ്പോൾ നമ്മൾ n-ൻ്റെ വാല്യൂ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ n1 എന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ 1.73, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മ്യൂ വാല്യൂ എന്ന് പറയുന്നത് 1.79. അങ്ങനെ വരികയാണെങ്കിൽ ദർ ഇസ് എ സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ ദ മ്യൂ എഫക്റ്റീവ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഉടനെ നിങ്ങൾ അതിന് കൊടുക്കേണ്ട ആൻസർ ഇറ്റ് ഈസ് ഡ്യൂ ടു ദി കോൺട്രിബ്യൂഷൻ ഫ്രം ദി ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളാണ് നിക്കൽ 2+ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഞാൻ നോക്കട്ടെ, ചെയ്ത് കിട്ടില്ല. ഇത് നിങ്ങളൊരു പേനയും പേപ്പറും എടുത്തിട്ട് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. ഞാനിത് പറഞ്ഞു തരാം. അതായത് നിക്കൽ 2+ കോംപ്ലക്സ് ആണ്. അതൊരു D8 കോംപ്ലക്സ് ആണ്. D8 കോംപ്ലക്സ് നമ്മൾക്ക് ടെട്രാഹെഡ്രൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഒക്ടഹെഡ്രലും നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒക്ടഹെഡ്രൽ എന്ന് പറയുമ്പോഴേക്കും എന്താ വരിക, T2G EG ആണല്ലോ.
അപ്പോൾ 1 2 3 4 5 6 7 8, അതായത് എന്ത് വരും? T2G6EG2 എന്ന് വരും. ഒക്ടഹെഡ്രൽ കോംപ്ലക്സിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? T2G6EG2. ശരിയല്ലേ? അപ്പോൾ ഇതിനകത്ത് 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഇനി നമ്മളിതിൻ്റെ ടെട്രാഹെഡ്രൽ എഴുതി നോക്കുകയാണെങ്കിൽ എന്ത് വരും? T2 അല്ലേ? 1 2 3 4 5 6 7 8. അപ്പോൾ എന്താ ഇതിനകത്ത് വരുന്നത്? E4T24 എന്ന് വരും. ശരിയല്ലേ? E4T24 എന്ന് വരും. അപ്പോൾ ഇവിടെയും T2വിലുള്ള 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണുള്ളത്. ശരിയാണല്ലോ? അപ്പോൾ ഒക്ടഹെഡ്രൽ കോംപ്ലക്സ് നോക്കുകയാണെങ്കിലും ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് നോക്കുകയാണെങ്കിലും ദ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇസ് 2. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ആണല്ലോ നമ്മളുടെ ഒരു കോമ്പൗണ്ടിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് 2 പേർക്കും ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് അല്ലേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? ആണല്ലോ. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ മാഗ്നറ്റിക് മൊമെൻ്റ് എന്താണ് പറയുന്നത്? ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിക്കൽ ഹെക്സാ അക്വ കോംപ്ലക്സ് ഹാവിങ് മാഗ്നറ്റിക് മൊമെൻറ്റ് ക്ലോസ് ടു ദ സ്പിൻ ഒൺലി വാല്യൂ ബട്ട് ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് NiCl4 ഈസ് ഹയർ ദാൻ ദ സ്പിൻ ഒൺലി വാല്യൂ. ഇപ്പോൾ 2 അൺപെയർഡ് ഇലക്ട്രോൺസേ ഉള്ളൂ 2 പേർക്കും, പക്ഷേ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡിഫറൻ്റ് ആണ്. അതായത് ഒക്ടഹെഡ്രൽ കോംപ്ലക്സ് നിങ്ങൾ നോക്കിക്കേ. ഒക്ടഹെഡ്രൽ കോംപ്ലക്സിൽ T2G6EG2 ആണ്. അപ്പോൾ ടേം ഏത് വരും? A ആണ്. ഗ്രൗണ്ട് ടേം എന്ന് പറയുന്നത് A1G6 ആണ് അല്ലേ? A1G6 ആണോ എനിക്ക് നോക്കണം നിങ്ങൾ. A ആണ്, എന്തായാലും ടേം A ആണ്. A ടേമാണ്. അതിനകത്ത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ വരത്തില്ല. സോറി, T2G6EG2 ആണ്. അവിടെ നോ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ അല്ലേ? അതേസമയം നമ്മളുടെ ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൽ നമ്മളുടെ അൺപെയർഡ് ഇലക്ട്രോൺ വന്നിരിക്കുന്നത് എവിടെയാണ്? T2വിലാണ്. T2വിൽ അവിടെ വന്നിരിക്കുന്നതുകൊണ്ട് അവിടുത്തെ ടേം T ആണ്. സോ ദ ഇലക്ട്രോൺ ക്യാൻ മൂവ് അറൗണ്ട് ദ അതർ 2 ഓർബിറ്റൽസ് ആൻഡ് ഇറ്റ് ഈസ് കോൺട്രിബ്യൂട്ടിങ്. അപ്പോൾ octahedral complex no orbital angular momentum, whereas in tetrahedral complex there is orbital angular momentum contribution. That is why nickel NiCl4 is having magnetic moment value greater than the spin only value. അപ്പോൾ സ്പിൻ only വാല്യൂയുടെ കൂടെ കുറച്ച് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷനും കൂടെ വരുന്നത് കൊണ്ടാണ് നിക്കൽ കോംപ്ലക്സിന് ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് മറ്റതിനേക്കാളും കൂടി വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് കമ്പാരിസൺ നടത്തിയല്ലോ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ചാർട്ടിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം T ടേം വരുന്ന അല്ലേ, ഗ്രൗണ്ട് ടേം T ആയിട്ട് വരുന്ന എല്ലാ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുള്ള കോംപ്ലക്സസിനും ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഗ്രൗണ്ട് ടേം എയോ ഇയോ ആണെങ്കിൽ ദർ ഇസ് നോ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഈ ഒരു ട്രിക്കായിരിക്കും നിങ്ങളെ സഹായിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതി നോക്കിക്കൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ ഇത്രയും മാത്രം നോക്കിയാൽ മതി. ഗ്രൗണ്ട് ടേം എന്ന് പറയുന്നത് എ ടേം ആണോ ഇ ടേം ആണോ ടി ടേം ആണോ എന്ന് നിങ്ങൾ നോക്കണം. അങ്ങനെ വരുമ്പോൾ ഇ ടേമോ എ ടേമോ ആണ് നമ്മളുടെ ഗ്രൗണ്ട് ടേം എങ്കിൽ ദർ ഇസ് നോ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ. കണ്ണു അടച്ച് നിങ്ങൾക്ക് പറയാം. നമ്മളുടെ ഗ്രൗണ്ട് ടേം ടി ടേം ആണെങ്കിൽ മാത്രമേ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ നിക്കലിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒക്ടഹെഡ്രൽ ആണെങ്കിൽ എ ടേം ആണ്, ടെട്രാഹെഡ്രൽ ആണെങ്കിൽ ടി ടേം ആണ്. അപ്പോൾ അതിനകത്ത് ആർക്കാണ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ ഉള്ളത്? ടെട്രാഹെഡ്രൽ ടി ടേമിന്. അതുകൊണ്ടാണ് അതിൻ്റെ വാല്യൂ സ്പിൻ ഒൺലി വാല്യൂവിനേക്കാളും കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ ഡി ഓർബിറ്റൽസിൻ്റെ ഡീജനറസി നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? ഡീജനറസി ഓഫ് ദി ഡി ഓർബിറ്റൽസ് ഈസ്
ലോസ്റ്റ് ബൈ ദ അപ്രോച്ച് ഓഫ് ദ ലിഗാൻസ് അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ഡീജനറസി ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡീജനറസി ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് ടെട്രാഗണലി ഡിസ്റ്റോർട്ടഡ് ഒക്ടോഹെഡ്രൽ കോംപ്ലക്സിന്, പിന്നെ ട്രൈഗണൽ ബൈപിരമിഡൽ കോംപ്ലക്സിന്, സ്ക്വയർ പിരമിഡൽ കോംപ്ലക്സസിന് ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ മ്യൂ എഫക്റ്റീവ് എന്ന് പറയുന്നത് മ്യൂഎസിന് ക്ലോസ് ആയിട്ട് വരും. അതായത് ഡീജനറസി ലോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഡീജനറസി പോയി കഴിയുമ്പോൾ ഓർബിറ്റലിനെ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാനുള്ള, അതായത് ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള ഓർബിറ്റൽസിൻ്റെ എണ്ണം കുറയും. അങ്ങനെയുള്ളവരുടെ എണ്ണം കുറയുമ്പോൾ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം കൊഞ്ച് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ട്രൈഗണൽ ബൈപിരമിഡൽ ഉണ്ട്, അങ്ങനെയുള്ള, അതായത് ട്രൈഗണൽ ഇതിപ്പം ഫ്രീ അയോണാണ്. ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ എങ്ങനെയാണ് സ്പ്ലിറ്റിങ് വരുന്നത്, സ്ക്വയർ പിരമിഡലിൽ, സ്ക്വയർ പ്ലാനറിലൊക്കെ. ഇതൊരു ജനറൽ ഡയഗ്രമാണ്. ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇതൊരു എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഇതിൻ്റെ സ്പ്ലിറ്റിങ്, ഡി ഓർബിറ്റൽസിൻ്റെ സ്പ്ലിറ്റിങ് ഇൻ ഡിഫറൻറ്റ് ഫീൽഡിലുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റലി നമ്മളൊരു മാഗ്നറ്റിക് മൊമെൻ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ നമ്മളുടെ തിയററ്റിക്കലി കാൽക്കുലേറ്റഡ് വാല്യൂവിൽ നിന്ന് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ഒരു റീസൺ എന്ന് നമ്മൾ പറഞ്ഞത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം കൊഞ്ചിങ് കൊണ്ടാണ്. ഇനി മറ്റൊരു റീസൺ എന്ന് പറയുന്നത് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് കൊണ്ടാണ്. സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വേറെ ഒരു സെറ്റ് ഓഫ് ഓർബിറ്റൽസ് നമ്മൾക്കവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആ ഓർബിറ്റൽസിൽ കൂടെ നമ്മളുടെ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് നടന്നുണ്ടാകുന്ന ഓർബിറ്റൽസിൽ കൂടി നമ്മളുടെ ഇലക്ട്രോൺസിന് അപ്പോൾ യാത്ര ചെയ്യാൻ പറ്റും. പുതിയ സെറ്റ് ഓഫ് ഓർബിറ്റൽസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മളുടെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം കൊഞ്ചിങ്ങിനെ ഒരു പരിധിവരെ അതിന് തടയാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എ ആൻഡ് ഈ ടേം വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ചില കേസസിൽ എ ടേമും ഈ ടേമും ഉള്ള കോംപ്ലക്സസ് പോലും ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ കാണിക്കും. ആ ഒരു കാരണം തപ്പിപ്പോയപ്പോഴാണ് മനസ്സിലായത് ഇത് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് കൊണ്ട് നടക്കുന്നതാണെന്ന്. അപ്പോൾ മിക്സിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ആ മിക്സിങ് നടക്കുമ്പോൾ എ ടേമും ഈ ടേമും പ്യുവർ ഇഒ ടേം ആയിരിക്കത്തില്ല. അവർ ടി ടേമിൻ്റെ ഒരു ചെറിയ സ്വഭാവം കൂടി അവർക്ക് വരും. അപ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും? അവർ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വേറെ ഒരു ഇക്വേഷനാണ് നമ്മൾ സാധാരണ അങ്ങനെയുള്ള കാൽക്കുലേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. വേറൊരു ഇക്വേഷനാണ്. ആ ഇക്വേഷനാണ് മ്യൂ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു മ്യൂ സ്പിന്നൊള്ളി ഇൻറ്റു 1 മൈനസ് ആൽഫ ഇൻറ്റു ലാംഡ ബൈ ഡെൽറ്റ. ഈ ഇക്വേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റ് എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇതിനകത്ത് ആൽഫ ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമ്മളുടെ സ്പെക്ട്രോസ്കോപ്പിക് ഗ്രൗണ്ട് ടേമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൽഫ ഈസ് 2 for D state, is 4 for F state and 0 for S state. ലാംഡ എന്ന് പറയുന്നത് കോപ്പർ 2+ ജനറലി ഒബ്സർവ്ഡ്. ഈ കാൽക്കുലേഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് 4D 5D ആണ്. പിന്നെ കോപ്പർ 2+ൻ്റെ കേസിൽ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. ഡെൽറ്റ എന്ന് പറയുന്നത് എനർജി ഡിഫറൻസ്, മിക്സ് ചെയ്യുന്ന ഓർബിറ്റൽസിൻ്റെ അല്ലെങ്കിൽ ടേമിൻ്റെ എനർജി ഡിഫറൻസിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. അത് CFSE ആയിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ലാംഡ എന്ന് പറയുന്നത് കപ്ലിംഗ് കോൺസ്റ്റൻ്റ് ആണ്. കപ്ലിംഗ് കോൺസ്റ്റൻറ്റിൻ്റെ കപ്ലിംഗ് പാരാമീറ്റർ എന്ന് നമ്മളിതിനെ പറയും. ഈ കപ്ലിംഗ് പാരാമീറ്ററിൻ്റെ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് കോൺസ്റ്റൻ്റ് ആണ്. അത് ഇപ്പോൾ 3 ഓർബിറ്റൽസ് ഡി ഓർബിറ്റൽസ് ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ മ്യൂ എഫക്റ്റീവ് എന്ന് പറയുന്നത് മ്യൂ സ്പിൻ ഇൻറ്റു 1 മൈനസ് ആൽഫ ഇൻറ്റു ലാംഡ ബൈ ഡെൽറ്റ. ആൽഫ സ്പെക്ട്രോസ്കോപ്പിക് ടേമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു ആൽഫ ഡിക്ക് അത് 2 ആണ്, എഫ് ആണ് ടേമെങ്കിൽ 4, എസ് ആണ് ടേമെങ്കിൽ 0. ലാംഡ എന്ന് പറയുന്നത് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ഈസ് പോസിറ്റീവ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആൻഡ് ഇറ്റ് ഈസ് നെഗറ്റീവ് ഇഫ് ദ ഡി ഓർബിറ്റൽസ് ആർ മോർ ദാൻ ഹാഫ് ഫിൽഡ്. ഡെൽറ്റ എന്ന് പറയുന്നത് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 ഓർബിറ്റൽസ് ദാറ്റ് ഈസ് ഗെറ്റിംഗ് മിക്സപ്പ് ചെയ്യുന്ന ഓർബിറ്റൽസിൻ്റെ എനർജി ഡിഫറൻസ് ആണ്. അതായത് നമ്മുടെ T2G ഓർബിറ്റൽസും EG ഓർബിറ്റൽസും ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവരുടെ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് CFSE ആണ്, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയാണ്. അവർ തമ്മിലാണ് മിക്സ് ചെയ്യുന്നത്. അവർ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കറിയാം ഓർബിറ്റൽസ് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ഹൈബ്രിഡൈസേഷൻ്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ പറയുന്നത് പോലെ ഈക്വൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഹാവിങ് ലോവർ എനർജി ആൻഡ് ഹയർ എനർജി ഉണ്ടാകും. അപ്പോൾ
ഒരു ലോവർ എനർജിയിൽ വരുമ്പോഴേക്കും നമ്മളുടെ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ ക്യാൻ അറൈസ്. അതാണ് ഈ ഇക്വേഷൻ വഴി നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ ഈ 2 പ്രോബ്ലം ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഒന്ന് ചെയ്ത് നോക്കണം. ഇത് ഈ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് CSIRന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് കിട്ടും. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച 2 ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത്. നിങ്ങളിത് നോക്കിയിട്ട് ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കുക. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് വീണ്ടും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.